പാലൂട്ടുന്നമ്മമാരുടെ ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷണൽ ഡീറ്റെയിൽസ് എങ്ങനെയാണ് പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതായത് പാലൂട്ടുന്നമ്മമാരിലെ അനീമിയ റിപ്പോർട്ടിങ്ങിനായിട്ട് ഹീമോഗ്ലോബിൻ്റെ അളവ്, ഉയരം, തൂക്കം തുടങ്ങിയവ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ പോഷൻ ട്രാക്കറിൽ ബെനിഫിഷ്യറീസ് എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. തുടർന്ന് ലാക്ടേറ്റിംഗ് മദർ അഥവാ പാലൂട്ടുന്നമ്മയുടെ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ പാലൂട്ടുന്നമ്മമാരുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അവരുടെ പേരിന് വലതുവശത്ത് കാണുന്ന 3 കുത്തിൽ തൊടുക. അപ്പോൾ ഇത്തരത്തിലൊരു ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിൽ മുകളിലായിട്ട് തന്നെ ആഡ് ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷണൽ ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമുക്ക് 3 ഓപ്ഷനുകളാണ് കാണാൻ സാധിക്കുക. ഒന്ന് ഹെൽത്ത് ട്രാക്കിംഗ്, രണ്ടാമതായിട്ട് ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ്, മൂന്നാമതായിട്ട് ന്യൂട്രീഷണൽ ഇൻ്റർവെൻഷൻസ്. അപ്പോൾ ഇത്തരത്തിൽ 3 ഓപ്ഷനുകളാണ് കാണാൻ സാധിക്കുക. അതിൽ ഹെൽത്ത് ട്രാക്കിംഗ് എന്ന ഓപ്ഷനാണ് നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോട് കൂടിയിട്ട് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്താൽ ഇതുപോലൊരു ഫോം ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഏറ്റവും മുകളിലായിട്ട് ബർത്ത് വെയിറ്റ് ഓഫ് ഇൻഫൻറ്റ് എന്നൊരു കോളം കാണാൻ സാധിക്കും. അതിൽ ഈ ഒരു പാലൂട്ടുന്നമ്മയുടെ കുട്ടിയുടെ ബർത്ത് വെയിറ്റ് എൻ്റർ ചെയ്യാണ് വേണ്ടത്. തൊട്ട് താഴെയുള്ള കോളത്തിൽ ബർത്ത് ഹൈറ്റ് ഓഫ് ഇൻഫൻറ്റ് എന്ന് കാണാൻ സാധിക്കും. അതിൽ കുട്ടിയുടെ ബർത്ത് ഹൈറ്റ് എൻ്റർ ചെയ്യാണ് വേണ്ടത്. അതിന് തൊട്ടു താഴെ കാണുന്ന ചോദ്യം സൂചിപ്പിക്കുന്നത് പ്രസവശേഷം ആദ്യ മണിക്കൂറിൽ കുഞ്ഞിന് മുലപ്പാൽ നൽകിയിരുന്നു എന്നതിനെ കുറിച്ചാണ്. അതിൽ നമുക്ക് യെസ് എന്നും നോ എന്നും 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. കൃത്യമായിട്ടുള്ള ഓപ്ഷൻ മാർക്ക് ചെയ്യുക. അതിന് താഴെ കാണുന്ന ചോദ്യം സൂചിപ്പിക്കുന്നത് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചാണ്. അതായത് കുഞ്ഞിന് മുലപ്പാൽ മാത്രമാണോ നൽകുന്നത് എന്നതിനെ കുറിച്ചാണ്. അതിൽ നമുക്ക് യെസ് എന്നോ നോ എന്നോ 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. കൃത്യമായിട്ടുള്ള ഓപ്ഷൻ മാർക്ക് ചെയ്യുക. അതിന് താഴെയായിട്ട് ഹൈറ്റ്, വെയിറ്റ്, ഹീമോഗ്ലോബിൻ എന്നിങ്ങനെ 3 കോളങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ മുകളിൽ നമ്മൾ കുട്ടിയുടെ വിവരങ്ങളാണ് നൽകിയിരുന്നത്. എന്നാൽ ഈ ഒരു 3 കോളത്തിൽ പാലൂട്ടുന്ന അമ്മയുടെ വിവരങ്ങളാണ് നൽകേണ്ടത്. ഹൈറ്റ് എന്ന ഭാഗത്ത് പാലൂട്ടുന്ന അമ്മയുടെ ഉയരവും, വെയിറ്റ് എന്ന ഭാഗത്ത് തൂക്കവും, ഹീമോഗ്ലോബിൻ എന്ന ഭാഗത്ത് പാലൂട്ടുന്നമ്മയുടെ ഹീമോഗ്ലോബിൻ്റെ അളവുമാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയതിനു ശേഷം ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതേ രീതിയിലൊരു ലിസ്റ്റാണ് കാണാൻ സാധിക്കും. അതായത് പാലൂട്ടുന്നമ്മയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഈ ഒരു കോളങ്ങളിൽ മാർക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ഫോളിക് ആസിഡ്, അയൺ, വിറ്റാമിൻ, കാൽസ്യം തുടങ്ങിയിട്ടുള്ള സപ്ലിമെന്റ്സ് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതാത് കോളങ്ങൾ അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ടു താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് ന്യൂട്രീഷണൽ ഇന്റർവെൻഷൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതേ രീതിയിൽ മറ്റൊരു ലിസ്റ്റാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഒരു ലിസ്റ്റിൽ നിന്നും ഈ ഒരു ഗുണഭോക്താവ് ഏത് ആരോഗ്യ സംവിധാനമാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ടു താഴെയുള്ള സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലാണ് ഒരു പാലൂട്ടുന്നമ്മയുടെ ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷണൽ ഡീറ്റെയിൽസ് പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷണൽ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ഗുണഭോക്താവിൻ്റെ പേരിൽ തൊട്ട് ഇതേ രീതിയിൽ പ്രൊഫൈൽ ഓപ്പൺ ചെയ്താൽ ഏറ്റവും താഴെയായിട്ട് കെയർ പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിന് താഴെയായിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഹീമോഗ്ലോബിൻ്റെ അളവ്, ഹൈറ്റ്, വെയിറ്റ്, അതുപോലെ തന്നെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള തീയതി തുടങ്ങിയവ കാണാൻ സാധിക്കും. കൂടാതെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഹീമോഗ്ലോബിൻ്റെ അളവനുസരിച്ച് ഇവർക്ക് വിളർച്ചയുണ്ട് എങ്കിൽ, അഥവാ ഇവർ അനീമിക് ആണ് എങ്കിൽ ഹെൽത്ത് സ്റ്റാറ്റസ് എന്നതിൻ്റെ നേരെ അനീമിക് എന്ന് കാണാൻ സാധിക്കും. ഇനി അഥവാ ഇവർ നോർമൽ ആണ് എങ്കിൽ ഹെൽത്ത് സ്റ്റാറ്റസ് എന്നതിൻ്റെ നേരെ നോർമൽ എന്നും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത്.